വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കുശാൽ നഗറിൽ ഇന്നത്തെ ഈ ഫാമിലി മീറ്റ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏതാനും ചുരുങ്ങിയ നിമിഷം മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങളാണ് നാം ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തും നമ്മുടെ ശരീരത്തിലുമായി ഒരുപാട് അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ കിഡ്നി എന്നുള്ളത്. ഈ കിഡ്നി ഏകദേശം 150 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം പ്യൂർ ചെയ്യുക എന്നതാണ് കിഡ്നിയുടെ ജോലി. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 വരെ ലിറ്റർ രക്തമുണ്ട്. ആ 5 മുതൽ 6 വരെയുള്ള രക്തം ഒരു ദിവസം 25 തവണ കിഡ്നി പ്യൂരിഫൈ ചെയ്യും. നമുക്കറിയാം, ഇന്ന് വളരെ സാർവത്രികമാണ് കിഡ്നി രോഗമെന്നുള്ളത്. കിഡ്നിയിൽ കല്ല് വരുന്നു, പിന്നെ കഴിഞ്ഞ് കിഡ്നിയുടെ പ്രവർത്തനം നിൽക്കുന്നു, അത് അവസാനം ഡയാലിസിസിലേക്ക് എത്തിച്ചേരുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള മഹാരോഗങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ആവറേജ് ഒരു 3000 രൂപ ഒരു തവണത്തെ ഡയാലിസിസിന് വേണം. ആ കണക്ക് നാം നോക്കുകയാണ് എങ്കിൽ 25 തവണ നമ്മുടെ ശരീരത്തിലെ കിഡ്നി അത് പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ 3000 രൂപയാണ് അതിന് ചിലവ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ കിഡ്നി 75,000 രൂപക്കുള്ള പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തി ആ ബെഡിൽ 4 മണിക്കൂർ അനങ്ങാതെ കിടക്കണം. അല്പമൊന്ന് അനങ്ങിയാൽ ആ മെഷീൻ ബീപ്പ് ചെയ്യും. പിന്നെ വീണ്ടും ആ ബ്ലോക്കൊക്കെ മാറ്റി വീണ്ടും അത് പ്രവർത്തിക്കണം. പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നി നിങ്ങൾ ആലോചിച്ച് നോക്ക്. വളരെ ചെറുത് 150 ഗ്രാം ഉള്ള ആ കിഡ്നി ഇത് പ്രവർത്തിക്കുകയാണ് 25 തവണ. അങ്ങനെ വരികയാണെങ്കിൽ 75,000 രൂപ നമ്മൾ ദിവസവും കൊടുക്കണം. ഇനി നോക്കൂ, 75,000 ഇൻറ്റു ഒരു കൊല്ലം 365 ദിവസത്തിന് ഏകദേശം 2,73,75,000 രൂപ. അതിൻ്റെ പണി നമ്മളെ കിഡ്നി എടുക്കുന്നുണ്ട്. ഇനി ഒരു ആവറേജ് ഒരു വ്യക്തിക്ക് 40 വയസ്സ്, ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ അക്കങ്ങളും 40 വർഷവും കൂട്ടിയാൽ ഇതാണ് വരുന്നത്. ഏകദേശം 109,50,00,000 രൂപ ഒരാൾ 40 വയസ്സ് പ്രായമാകുമ്പോൾ കിഡ്നിക്ക് കൊടുക്കണം. ഇത് വെറും കിഡ്നിയുടെ കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഹൃദയമുണ്ട്, രക്തമുണ്ട്, കൊയലുകളുണ്ട്, എല്ലുകളുണ്ട്, അതേപോലെ തന്നെ തലച്ചോറുണ്ട്, കണ്ണുണ്ട്, നാവുണ്ട്, എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹം.
വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനുഗ്രഹങ്ങൾ നാം അള്ളാഹുവിൽ നിന്ന് വാങ്ങി എന്താണ് നാം അള്ളാഹുവിന് തിരിച്ചു നൽകുന്നത്? നാം കേട്ടല്ലോ നമസ്കാരത്തെക്കുറിച്ച്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഞാനും നിങ്ങളും എവിടെയാണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർബന്ധമാണ്. അത് സമയനിർണിതമാണ്. സമയത്ത് കൃത്യമായി നമസ്കരിക്കണം. പക്ഷേ ചില ആളുകൾ എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? നമസ്കരിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നില്ല എന്നല്ല, ഭൂരിഭാഗം ആളുകളും നമസ്കരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ തോന്നുമ്പോഴാണ് അവസാന സമയത്തിലേക്ക് ളുഹറിൻ്റെ സമയവും അസറും ഏകദേശം ഒപ്പമാക്കി അവസാനം നമസ്കരിക്കുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകളുണ്ട് ഖളാ എന്ന് പറഞ്ഞ് ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഇശാ നമസ്കാരത്തോടൊപ്പം ഫജ്റും ളുഹറും അസറും മഗ്രിബും ഇശാവും എല്ലാം ഒന്നിച്ചു നമസ്കരിക്കുന്നു. അത് ഇസ്ലാമിലില്ല. സമയം കൃത്യമാക്കി നമസ്കരിക്കേണ്ട ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഖബറിൽ ഒന്നാമതായി, ഖബർ ജീവിതം കഴിഞ്ഞ് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഒന്നാമതായി അള്ളാഹു ചോദിക്കുക, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. നമ്മുടെ അമലിൽ വെച്ച് ഒന്നാമതായി അള്ളാഹു ചോദിക്കുക നമസ്കാരത്തെക്കുറിച്ചാണ്. ആ നമസ്കാരം നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നായി, ബാക്കി ആ വിചാരണ എളുപ്പമായി. പക്ഷേ ആ നമസ്കാരം എങ്ങാനും കൃത്യമാക്കിയിട്ടില്ല എങ്കിൽ പിന്നീടുള്ള വിചാരണ വളരെ പ്രയാസകരമാണ് എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നമസ്കാരം നാം നന്നാക്കുക. അതുപോലെ തന്നെ സക്കാത്ത് കൃത്യമായി അളന്ന് മുറിച്ച് എണ്ണി നോക്കി അത് കൃത്യമായ ആളുകൾക്ക്, അവകാശികൾക്ക് നൽകുന്ന ആളുകളായി നമുക്ക് മാറേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമസ്കാരത്തെ പോലെ, നമ്മുടെ സക്കാത്തിനെ പോലെ, നോമ്പിനെ പോലെ, മറ്റിതര സൽക്കർമ്മങ്ങളെപ്പോലെ ചെയ്യേണ്ട ഒരു വലിയ വാജിബായ ദൗത്യമാണ് ദഅവത്ത് എന്നുള്ളത്. തൊട്ടു മുമ്പുള്ള പ്രഭാഷണത്തിൽ ഭൂരിഭാഗവും നിങ്ങൾ അതാണ് കേട്ടത്. ആ ദഅവത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഞാൻ കൂടുതലൊന്നും നീട്ടി സംസാരിക്കുന്നില്ല. കുശാൽ നഗറിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് എനിക്ക് ഇവിടെ കൂടിയ സഹോദരന്മാരോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കോടിക്കണക്കിന് വരുന്ന മനുഷ്യരിൽ ഇസ്ലാം സ്വീകരിച്ച് മുഅ്മിനായി, മുസ്ലിമായി, ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചത്, സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, മൻഹജു സലഫിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി. അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രാർത്ഥിക്കാത്ത, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിലേക്ക് മാത്രം എല്ലാം അർപ്പിക്കുന്ന ആളുകളായി മാറാൻ ഈ കുശാൽ നഗറിൽ അള്ളാഹു നമ്മളെയാണ്, എന്നെയും നിങ്ങളെയുമാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. ഇത് കേവലം നാം മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതല്ല. നേരെ മറിച്ച് നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ സ്കൂളിലെ ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് പഠിച്ച നമ്മുടെ സഹപാഠികളോട് ഈ ദൗത്യം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൻ്റെ ആദർശം ആളുകളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇത്രകാലം നാം പലപ്പോഴും നമ്മുടെ സഹോദരന്മാരെ, സഹോദരിമാരെ മറ്റുള്ള രീതിയിൽ ലൗകികമായി എല്ലാ നിലക്കും നല്ല രീതിയിൽ അവരുമായുള്ള കണക്ഷനും അവരുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം പറയാൻ തുടങ്ങിയാൽ പല ആളുകളും നമ്മിൽ നിന്ന് വിട്ടുമാറിയേക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഫാ കുന്നിൻ്റെ മേലിൽ കയറി യാ സ്വബാഹ എന്ന് വിളിച്ചപ്പോൾ ആ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു കൂട്ടിയിട്ട് ഒന്നാമതായി പറഞ്ഞത്, ഈ കുന്നിൻ്റെ ചെരുവിൽ നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഖുറൈശി കുടുംബമേ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒറ്റ വാക്യത്തിൽ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കും, കാരണം താങ്കൾ അൽ അമീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് പറയാൻ ആളുകളുണ്ടായി, തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്കാണ് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്?
ഞങ്ങളുടെ ഇലാഹുകളെയെല്ലാം ഏക ഇലാഹൻ ആക്കി ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണോ നീ വിളിച്ചത് എന്ന് പറഞ്ഞ് ആ ദിനം മുതൽ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആ ഇസ്ലാം പുൽകിയ സ്വഹാബാക്കളോടും ആളുകൾ കാർക്കശ്യമായിട്ടാണ് പെരുമാറിയത്. അവരെ ഉപദ്രവിച്ച ആളുകളുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളുണ്ട്. ഇതുപോലെ നാമും നേരിടാം. അവിടെ നമുക്കുണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ആ പറഞ്ഞ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കണം. അതൊരു പക്ഷേ കുടുംബക്കാർ നമ്മെ ദൂരെയാക്കിയേക്കാം, നമ്മുടെ നാട്ടുകാർ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഇനി വരണ്ട എന്ന് അവർ ചില ആളുകളുടെ മുഖാന്തരം പ്രഖ്യാപിച്ചേക്കാം. നമ്മെ വീട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉപ്പയോട്, ഉപ്പ നിങ്ങൾ എന്തിനാണ് ഈ ബിംബത്തെ ആരാധിക്കുന്നത്, കേൾക്കാത്ത പറയാത്ത സഹായിക്കാത്ത ബിംബത്തെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആസറിൻ്റെ ചരിത്രം നമുക്കറിയാം. അതുപോലെ നമ്മെ കുടുംബത്തിൽ നിന്ന് ആളുകൾ കൂടുമ്പോൾ നമ്മെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. അവിടെ ഇസ്തിഖാമത്തോടുകൂടി ഞാൻ പറഞ്ഞ റബ്ബിൽ മാത്രമേ എൻ്റെ ആരാധനകൾ ഞാൻ നിർവഹിക്കുകയുള്ളൂ എന്ന ഒരു ഇസ്തിഖാമത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വിശ്വാസികളെ, നമുക്ക് ഒരു സെൻറ്റർ വേണം, ഒരു കേന്ദ്രം വേണം, ഒരു പള്ളി വേണം, ഒരു മദ്രസ വേണം. അതുപോലെ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം നമ്മുടെ ഈ നാട്ടിലുണ്ടാകണം. അൽഹംദുലില്ലാഹ്, നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ 2 വർഷം മുമ്പ് ചെറിയ രീതിയിൽ ഒരു വാടക വീട്ടിൽ നമുക്ക് മദ്രസ ആരംഭിക്കാൻ കഴിഞ്ഞു. 36 കുട്ടികൾ ഇപ്പോൾ അവിടെ രാവിലെ കൃത്യമായി 1 മണിക്കൂർ നേരം തിങ്കൾ മുതൽ ശനി വരെ കൃത്യമായി അവർ പഠിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു. യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന്, മൻഹജു സലഫിൻ്റെ ആ ഒരു വഴിയിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് എല്ലാ ശനിയാഴ്ചയും 1 മണിക്കൂർ നേരം 6:30 മുതൽ 7:30 വരെ കൃത്യമായ രീതിയിൽ നാം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നാം ആരംഭിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും പഠിക്കുന്നു. അതിൻ്റെ മധു നുകർന്നുകൊണ്ടിരിക്കുകയാണ് കുശാൽ നഗറിലെ സലഫി പുരുഷന്മാർ. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 1 മാസമായി സ്ത്രീകളുടെ അവരുടെ ഭാഗത്ത് നിന്നും എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 11 മുതൽ 12 മണി വരെ അവർക്കും ഖുർആനിൻ്റെ പഠനം നാം നൽകുകയാണ്. ഈ നിലക്ക് അവർക്ക് മാത്രമല്ല, നമ്മുടെ സഹോദരന്മാർ ഈ കുശാൽ നഗറിലുള്ള എല്ലാവരും നാളെ സ്വർഗത്തിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹത്തിൽ അവരെല്ലാവരും ഈ തൗഹീദ് മനസ്സിലാക്കി യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ അണിചേരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ നാം കേട്ടില്ലേ, നമസ്കാരത്തെക്കുറിച്ച്, ആദർശത്തെക്കുറിച്ച്, ദഅവത്തിനെ കുറിച്ച്. ഇനി അള്ളാഹുവിനോട് നാം ആയിരിക്കും ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് കൃത്യമായ സമയത്ത് വേണ്ട മീറ്റിങ്ങുകൾ കൂടി, നാം ഒരു കല്യാണം നമ്മുടെ വീട്ടിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഇരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് നാം ആ കല്യാണം നല്ല രീതിയിൽ നടത്തുവാൻ നാം പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആ ദഅവത്തിനു വേണ്ടി നാം അത്തരത്തിലുള്ള ഇരുത്തത്തിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ചെന്നെത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഉണർത്തിയത് അൽ ഉമ്മു മദ്റസത്തുൻ എന്നാണ്. ഉമ്മയാണ് മദ്രസ. ഒരു ഉമ്മ ഇസ്ലാമിക ജ്ഞാനം നുകർന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ അതിനനുസരിച്ച് ജീവിച്ച് അവർ ഉമ്മത്താണ്, യഥാർത്ഥ വലിയ ഇസ്ലാമിൻ്റെ ആളുകളായി മാറാൻ ഉമ്മമാർക്ക് സാധിക്കും. അതുകൊണ്ട് അവർ പ്രത്യേകം സമയങ്ങളിൽ, പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ക്ലാസ്സിന് ശേഷം ഒരുമിച്ചിരിക്കാൻ കഴിയണം. അതിനുള്ള ഒരു സാഹചര്യം, വലിയൊരു എക്സ്പീരിയൻസ് ഇന്നലെ നാം കാണുകയുണ്ടായി. സുണ്ടിക്കുപ്പയിൽ വുമൻസ് കോൺഫറൻസ് എന്ന പേരിൽ ഏകദേശം 200ഓളം സ്ത്രീകൾ പങ്കെടുത്ത വൻ വിജയമായ ആ സംരംഭം നമുക്ക് വലിയ മാതൃകയാണ്. ആ നിലക്ക് നമ്മുടെ കുശാൽ നഗറിലും നമ്മുടെ സഹോദരിമാർ പരസ്പരം പരിചയപ്പെട്ട് നമുക്കെങ്ങനെ ഈ നാട്ടിലെ ആളുകളെ, നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെയും അതേപോലെ തന്നെ പ്രത്യേകിച്ച് അഫയറുകളുടെയും പ്രത്യേകിച്ച് മറ്റുള്ള
തിന്മകളുടെ അരാജകത്വത്തിലെ ഈ ലോകത്തിൽ നിന്ന് മക്കളെ കൃത്യമായ ദീനിന്റെ പാതയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇരിക്കുന്ന സദസ്സുകളും മീറ്റിങ്ങുകളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് നമുക്ക് മദ്രസകൾ വേണം, പള്ളി വേണം. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞല്ലോ, അധ്യക്ഷ ഭാഷണത്തിലും നിങ്ങൾ കേട്ടു, ഏകദേശം 20 സെന്റ് സ്ഥലം നാം അതിനുവേണ്ടി കച്ചവടം ചെയ്തിരിക്കുകയാണ്. 12 സെന്റ് അത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇനി 8 സെന്റോളം നമുക്ക് വാങ്ങേണ്ടതുണ്ട്. 50 ലക്ഷത്തോളം അതിനുള്ള സാമ്പത്തിക സ്രോതസ് നാം കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും ദിവസം ചില ആളുകൾ അതിനുവേണ്ടി ഓടി നടക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല, നാം ഒരുമിച്ച് നമ്മെ കൊണ്ട് സാധിക്കുന്നത് ഇനിയും നാം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നാം പല പള്ളികൾക്കും നൽകുന്നു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വേരൂന്നി അത് പടർന്ന് വൻ വൃക്ഷമായി അത് പടർന്ന് അതിൻ്റെ ഫലങ്ങൾ ഈ നാട്ടിലെ ഓരോരുത്തരും രുചിക്കുമ്പോൾ അതിൻ്റെ ഓരോ പ്രതിഫലം നാം 6 അടി മണ്ണിലെത്തിക്കഴിഞ്ഞാലും നമുക്ക് ലഭിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി നാം ആണ് ഒന്നാമത്തെ സമൂഹമായി അള്ളാഹു ഈ കുശാൽ നഗറിൽ നമ്മെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇതിൻ്റെ ബാധ്യത നമുക്കുണ്ട്. നാം അതിനുവേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സജ്ജമാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും കൃത്യമായ നിലക്ക് നയിക്കുന്ന, അതേപോലെ തന്നെ കൃത്യമായി ഈ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാക്കി അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് മുന്നിട്ടിറങ്ങുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.